2020 ചാരിറ്റബിൾ സൊസൈറ്റി 2013 രൂപീകരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞാണ് 2020 പ്രസ്ഥാനം ആരംഭിച്ചത്. രാഷ്ട്രീയ, മത, സാമുദായിക സംഘടനകളോട് പിന്തുണയോടെ മദ്യവർജനമടക്കമുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. കിഴക്കമ്പലത്തിന്റെ വികസനം എന്ന മുദ്രാവാക്യവുമായി മുന്നിട്ടിറങ്ങിയ ഈ കൂട്ടായ്മ അന്ന് ഇടതുപക്ഷവും BJPയും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. 2015 തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ 2020 ഒരു രാഷ്ട്രീയ എതിരാളിയായി വരുമെന്ന് അന്നത്തെ മുഖ്യധാരാ പാർട്ടികൾ ഉൾപ്പെടെ ആരും കരുതിയിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന പരിപാടിക്കില്ലെന്ന് പലതവണയായി കിറ്റെക്സ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഒരു പത്രസമ്മേളനത്തിലൂടെയാണ് കിഴക്കമ്പലത്തിന്റെ വികസനത്തിനെ പ്രതിദാനം ചെയ്ത് 2020 മത്സരിക്കുകയാണെന്ന് കിറ്റെക്സ് ചെയർമാൻ സാബു M ജേക്കബ് പ്രഖ്യാപിച്ചത്. 1995 മുതൽ 2000 വരെ CPM ആണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ CPMഉം കോൺഗ്രസും ഇടവിട്ട് ഭരിച്ചു. 2020 രൂപീകരിക്കുന്ന സമയത്ത് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയും കിറ്റെക്സ് മാനേജ്മെന്റും തമ്മിലുണ്ടായ തർക്കമാണ് 2020 എന്ന പ്രസ്ഥാനം ആരംഭിക്കാനുള്ള കാരണം. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അന്ന് അധികാരത്തിലേറിയത്. എന്നാൽ 2015 2020 കളം പിടിക്കുകയായിരുന്നു. 2020 ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് കേവലം 2 വർഷം മാത്രം പൂർത്തിയാകുന്നതിന് മുമ്പാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 2020 പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തത്. 15 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് കോൺഗ്രസ് 1 സീറ്റിലേക്ക് ചുരുങ്ങി. CPM ചിത്രത്തിലില്ലാതെയായി. SDIPക്കാണ് മറ്റൊരു സീറ്റ് ലഭിച്ചത്. 2020 സ്വാധീനത്തിൽ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാകുന്ന കാഴ്ചയായിരുന്നു കിഴക്കമ്പലത്ത് കണ്ടത്. അതോടെ 2020 പിന്തുണ നൽകിയിരുന്ന CPMഉം BJPയും പിന്മാറി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ LDFനും UDFനും അപ്പുറത്തേക്ക് വർഷങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ പോലും അധികാരത്തിലേറ്റാൻ മടിക്കുന്ന ജനതയാണ് കേവലം 2 വർഷം കൊണ്ട് 2020 പഞ്ചായത്തിലും അതുവഴി ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലും ഇരിപ്പിടമൊരുക്കിയത്. CPMഉം കോൺഗ്രസും മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന നിയമത്തിന്റെ ചുവട് പിടിച്ച് മുൻപരിചയമില്ലാത്ത ഭരണ സംവിധാനങ്ങളും രീതികളുമായിരുന്നു 2020 മുന്നോട്ട് വെച്ചത്. കിഴക്കമ്പലത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിലെല്ലാം തന്നെ CSR പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് കിറ്റെക്സിന്റെ ഭക്ഷ്യസുരക്ഷാ പ്രോഗ്രാമിനാണ്. 2020 മാർക്കറ്റ് എന്ന് പേരിട്ട ഇവിടെ നിന്ന് കിഴക്കമ്പലം സ്വദേശികൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മികച്ച വിലക്കുറവിൽ വാങ്ങിക്കുവാൻ സാധിക്കും. ഇത് തന്നെയാണ് കിഴക്കമ്പലത്തെ 2020 പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച പ്രവർത്തനമായി ഉയർത്തി കാണിക്കുന്നത്. സ്വയം തൊഴിൽ മേഖലകളിലും 2020 അനേകം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കിഴക്കമ്പലം പഞ്ചായത്തിൽ മിന്നും വിജയം നേടാൻ 2020 സാധിച്ചിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാടിനു പുറമെ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഐക്കരനാട്, മുഴുവന്നൂർ, കുന്നത്തുനാട് പഞ്ചായത്തുകളിലും 2020 ഭരണം പിടിച്ചു. ഇതിൽ ഐക്കരനാട് പഞ്ചായത്തിൽ മുഴുവൻ സീറ്റും അവർ തൂത്തുവാരി. അവിടെ പ്രതിപക്ഷമില്ല. എറണാകുളം ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ 2020 പ്രതിനിധിയുണ്ട്. കോലഞ്ചേരി ഡിവിഷനിൽ നിന്നാണ് 2020 സ്ഥാനാർത്ഥി വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ മുന്നേറ്റം ആവർത്തിക്കാമെന്ന് 2020 വിശ്വസിച്ചിരുന്നെങ്കിലും യാതൊരുവിധ ചലനങ്ങളും സൃഷ്ടിക്കാനായില്ല. കുന്നത്തുനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടത് വലത് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായ PV ശ്രീനിജനാണ് വിജയിച്ചത്. പിന്നീട് അങ്ങോട്ട് PV ശ്രീനിജനും 2020 തമ്മിലുള്ള തർക്കങ്ങളാണ് കാണാൻ സാധിച്ചത്. കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടു. ബെന്നി ബെഹ്നാനും PT തോമസും തമ്മിലായിരുന്നു ഒരു കാലത്ത് 2020 എതിരാളികളെങ്കിൽ പിന്നീടത് CPM ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം കുന്നത്തുനാട്ടിലും തൃക്കാക്കരയിലും കൊച്ചിയിലും 2020 4ാമതെത്താനേ സാധിച്ചുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച രാഷ്ട്രീയ പ്രാധാന്യമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ലഭിക്കില്ലെന്ന രാഷ്ട്രീയ പാഠമാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ കേരളം കണ്ടത്. എന്നാൽ ഇപ്പോഴിത് കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ് സംഘടന. കഴിഞ്ഞ ദിവസം നടന്ന മഹാസമ്മേളനത്തിൽ 17,000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ 68 വർഷം ഇടത് വലത് മുന്നണികൾ ഭരിച്ചു നശിപ്പിച്ച കേരളത്തെ 2020 പാർട്ടിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് 2020 പ്രസിഡന്റ് സാബു M ജേക്കബ് പറഞ്ഞത്.
2020 പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ 10 വർഷത്തിനുള്ളിൽ അഴിമതിയും ധൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുകടം തീർത്ത് മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപമിടുമെന്ന് അവകാശപ്പെടുന്നു. 2015 39 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് 8 വർഷത്തിനുള്ളിൽ 22 കോടി രൂപ മിച്ചം പിടിക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവനും മാതൃകയാക്കുമെന്നാണ് സാബു എം ജേക്കബിന്റെ വാഗ്ദാനം. പ്രതിദിനം ഒരു കൊലപാതകവും 7 ബലാത്സംഗവും 14 കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബ്ബാണ്. 2023 35,000 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2016 മുതൽ പിണറായിയുടെ ഭരണകാലത്ത് 43 ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ കാലയളവിൽ 55,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. 2020 പാർട്ടി അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ 5 വർഷത്തിനുള്ളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ ക്ഷേമ പെൻഷൻ 5,000 രൂപയാക്കി ഉയർത്തുമെന്നും അതോടൊപ്പം 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്ക് മാസം 5,000 രൂപ പെൻഷൻ നൽകുമെന്നും സാബു എം ജേക്കബ് മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളുടെയും നിത്യോപക സാധനങ്ങളുടെയും വില 50% വരെ കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർത്തും പരാജയപ്പെട്ട കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുവാർക്കുവാൻ 2020 പാർട്ടിക്ക് മാത്രമേ കഴിയുള്ളൂവെന്ന് പറഞ്ഞ സാബു എം ജേക്കബ് 6 ജില്ലകളിലെ 95 ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുമെന്നുള്ള സുപ്രധാന വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. മരുന്നിന്റെ വില 50% വരെ കുറയ്ക്കും. വന്യമൃഗശല്യമുള്ള 1000-ഓളം സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ സ്ഥാപിച്ച് വന്യമൃഗ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കും. കടലാക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കും. എറണാകുളം നഗരത്തിലെ മാലിന്യം മുഴുവനും സംസ്കരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ബ്രഹ്മപുരം പ്ലാന്റിനെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കും. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിൽ BMBC ടാറിംഗ് നടത്തും. 5 വർഷത്തിനുള്ളിൽ പഴം പച്ചക്കറി ഉൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും സാബു എം ജേക്കബ് ഉറപ്പ് നൽകി. അതോടൊപ്പം റബ്ബർ കർഷകരുടെയും നെൽ കർഷകരുടെയും മത്സ്യബന്ധന മേഖലയിലെയും പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കും. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും വലിയ വാഗ്ദാനങ്ങളാണ് 2020 നൽകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാക്കാൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാക്കുമെന്നും വാഗ്ദാനത്തിൽ പറയുന്നു. കിഴക്കമ്പലത്ത് ഉദയം ചെയ്ത ഈ കൂട്ടായ്മ എറണാകുളം ജില്ലയിൽ ആകമാനം വ്യാപിക്കുകയും കേരളത്തിലെ അടിമുടി മാറ്റുമെന്നും പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ജനാധിപത്യ മുന്നണികളെയാണ്. ആവശ്യ സാധനങ്ങൾ വില കുറച്ചു നൽകുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, റോഡുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാറി, ലക്ഷ്യം വീട് കോളനികൾ ഇല്ലാതാക്കി പകരം വില്ലകൾ നിർമ്മിച്ചു നൽകി, സ്വയം തൊഴിൽ പദ്ധതികൾ, പഠന സഹായം, അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് 2020 കിഴക്കമ്പലത്തും അടുത്തുള്ള പഞ്ചായത്തുകളിലും ഒത്തുചേർന്ന് നടപ്പാക്കിയത്. രാഷ്ട്രീയ പാർട്ടികളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത 2020 കൂട്ടായ്മ വരും തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിച്ചാൽ ഇനി രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികൾ കേരളത്തിൽ നടക്കാതെ പോകുക തന്നെ ചെയ്യും. 2020 കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടപ്പാക്കിയിരുന്നു. അതിനാൽ തന്നെ ഭരണരംഗത്തെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കാനും കേരളത്തിലെ രക്ഷിക്കാനും 2020 സാധിക്കുമെന്ന് ജനം വിശ്വസിച്ചാൽ അതിൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. അധികാരത്തിനും പണത്തിനും വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് 2020. തികച്ചും പ്രൊഫഷണലായി തികഞ്ഞ ആസൂത്രണത്തോടെയാണ് ജനാധിപത്യ പ്രക്രിയയുടെ അച്ചുതണ്ട് കീഴടക്കാൻ കൂട്ടായ്മ തയ്യാറെടുക്കുന്നത്. അതിനായി മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി അംഗങ്ങളെ കൂട്ടായ്മയിലാക്കി അധികാര കേന്ദ്രങ്ങൾ ഉറപ്പിക്കാൻ നീക്കം തുടങ്ങിയിട്ട് നാളുകളായി. ഇതിനകം തന്നെ ആലുവ, എറണാകുളം മേഖലകളിൽ നിന്ന് കോൺഗ്രസിന്റെ പല പ്രധാന പ്രവർത്തകരും 2020 ചേർന്ന് കഴിഞ്ഞു. അരാഷ്ട്രവാദികളെന്ന് കുറ്റപ്പെടുത്തുന്നവർ ഇതുവരെ ഭരിച്ച ഇടതും വലതും മുന്നണികൾ
ജനങ്ങളെ നിരാശരാക്കിയതിനാലും ഹിന്ദുത്വവാദികളായ BJPക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന കണ്ടെത്തലിലുമാണ് പുതിയൊരു മുന്നേറ്റത്തിൽ ജനം പങ്കുചേരുന്നത്. ഭാവിയിലെ ഒരു കമ്പനി ഭരണമാണ് 2020 എന്ന് പറയുന്നവർ നാളിതുവരെ ജനങ്ങൾക്ക് എന്താണ് നൽകാതിരുന്നത്? അത് 2020 നൽകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് 2020യുടെ വിജയമായി കാണിക്കുന്നത്. ആദ്യം കിഴക്കമ്പലവും പിന്നീട് സമീപ പഞ്ചായത്തുകളിലും ഭരണം പിടിച്ച 2020യെ കേരള ജനത സ്വീകരിക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം.